ഹസീബ്, ഈ സ്റ്റോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അവരെ ഒന്നും വിശ്വസിക്കരുത്, നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ജയറാമേട്ടാ, കോടികളാണ് ഒരു പാവം മനുഷ്യനെ പറ്റിച്ചതല്ലേ? നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ മകനെ, ഇപ്പോൾ അഭിനയിക്കാൻ അറിയാത്ത നിങ്ങളുടെ മകനെ, അങ്ങനെ തന്നെ പറയണമല്ലോ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതിലെയൊക്കെ നിങ്ങളുടെ മകൻ്റെ അഭിനയം ഗംഭീരമാണ്, അല്ല എന്ന് പറയാൻ സാധിക്കില്ല. കൂടാതെ ഈ അടുത്തൊരു തമിഴ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങളുടെ മകൻ ഗംഭീരമായിരുന്നു. എന്ന് വെച്ചിട്ട് എല്ലാ സിനിമയിലും ഗംഭീര അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നല്ല നടൻ ആയിട്ട് നിങ്ങളുടെ മകനെ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ആ മകനെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നുള്ള ചേട്ടൻ്റെ ആഗ്രഹം അത് നല്ലതാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്തിന് പാവം നിർമ്മാതാക്കളെ ഇല്ലാതെയാക്കുന്നു ജയറാമേട്ടാ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഉഷ ഹസീന നിങ്ങൾക്കറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു അമ്മ താരസംഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ കുറച്ച് നാളുകളായിട്ട് 1-2 മാസമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ടുമായി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഉഷ ഹസീന ചേച്ചി. ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ചേച്ചി ഈ ഒരു ജയറാമേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചേച്ചിയുടെ സഹോദരൻ ഹസീബ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. ജയറാമേട്ടൻ്റെ മകനെ വെച്ച് ഹാപ്പി സർദാർ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു, 8 നിലയിൽ പൊട്ടി. മനസ്സിലായില്ലേ? ജയറാമേട്ടൻ്റെ ഒരു പുഷ് കൊണ്ട് മാത്രം ആ വ്യക്തി എടുത്തൊരു സിനിമയാണ്. ജയറാമേട്ടനുള്ള സ്നേഹം, അതിൻ്റെ പുറത്തെടുത്തൊരു സിനിമ. ജയറാമേട്ടനും കൂടെ കൂടിക്കോളാം, എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ കാണും എന്ന് ജയറാമേട്ടൻ്റെ ഒറ്റ വാക്ക്, ആ വാക്കിൽ വിശ്വസിച്ച് സിനിമ ചെയ്യാൻ ഇറങ്ങിയ ഒരു പാവം മനുഷ്യൻ ഇന്ന് ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒന്നുമില്ല, സ്ട്രോക്ക് വന്ന് കിടപ്പിലായി, ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ജയറാം എന്ന് പറയുന്ന ആ മഹാനടൻ. ഈ ഒരു വിഷയത്തിൽ ഇനി ജയറാമേട്ടൻ്റെ സൈഡ് കൂടെ നമുക്ക് കേൾക്കാനുണ്ട്. പക്ഷേ ആ വ്യക്തി ഒന്നും പറയാൻ മുന്നോട്ട് വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. മനസ്സിലായില്ലേ? ഇതിനു മുമ്പും ഇങ്ങനെ ചില കോൺട്രവേഴ്സികൾ ഉണ്ടായപ്പോഴൊന്നും ജയറാമേട്ടൻ ഒന്നും മിണ്ടാൻ വന്നിട്ടില്ല. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, ആ ഒരു മൂഡായിരിക്കാം അദ്ദേഹത്തിന്. ഇല്ലെങ്കിൽ ഞാനിനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് കൂടുതൽ കുഴിയിൽ ചാടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. എന്താണെങ്കിലും ഉഷ ഹസീന ചേച്ചിയുടെ അനിയൻ, ബ്രദർ, ചേട്ടനാണോ അനിയനാണോ അതെനിക്ക് കൺഫേം അല്ല, പുള്ളിയുടെ ഉഷ ഹസീന ചേച്ചിയുടെ ബ്രദറാണ്. സോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഉഷ ഹസീന ചേച്ചി പറയുന്നുണ്ട്. കുറച്ച് വോയിസ് ക്ലിപ്പുകൾ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. നമുക്കതൊക്കെ കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹസീബിന്റെ ഇഷ്യൂ ജയറാമേട്ടനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഹസീബ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ശരിക്കുള്ള കാര്യം തന്നെ. എൻ്റെ ഫോണിൽ ജയറാമിൻ്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ജയറാം ഹസീബിന് അയച്ച വോയിസ്. അതായത് ജയറാമിൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിൻ്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. എൻ്റെ തൊട്ട് പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞ ഹസീബിനോട് ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവൻ്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ജയറാം പെടുത്തി എന്നാണോ പറയുന്നത്? ജയറാമിൻ്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. ജയറാമേട്ടന് കൊടുത്ത വാക്ക്, ജയറാമേട്ടൻ കൂടെ കാണുമെന്ന് പറഞ്ഞു, അവരൊറ്റ വാക്ക് വിശ്വസിച്ച് സിനിമ എടുക്കാൻ ഇറങ്ങി. ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ ജയറാമിനെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ആലോചിക്കണം. കാരണം സിനിമയാണ്. ചിലപ്പോൾ ലാഭം കിട്ടിയേക്കാം, ചിലപ്പോൾ നഷ്ടം കിട്ടിയേക്കാം. പക്ഷേ ജയറാമേട്ടൻ ഫോഴ്സ് ചെയ്തു ആ സിനിമയ്ക്ക് വേണ്ടി, ഹസീബെ
എൻ്റെ മോനെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞ് ഒരു പരിധിയിൽ കൂടുതൽ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരം. കാരണം ജയറാം എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു, അങ്ങനെ ഒരു പടം സ്വന്തം മകന് വേണ്ടി ഒരാളെ പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു കാര്യം ജയറാം ആദ്യമേ ചിന്തിക്കണമായിരുന്നു. പുള്ളി അതൊന്നും ചിന്തിച്ചില്ല. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഒരു നടൻ, പുള്ളിയുടെ മകനും സിനിമയിൽ നല്ല ഗംഭീരമായിട്ട് പോകണം. അതിന് പുള്ളി ചെയ്യേണ്ട കാര്യം പുള്ളി നല്ല രീതിയിൽ പുഷ് ചെയ്തു. ഹസീബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഒരിക്കലും ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ജയറാമിൻ്റെ മകനെ പോലെ, ജയറാമേട്ടന് അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉണ്ട്, മകൻ കാളിദാസ് അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇപ്പോഴും ഇല്ല. ആ ഒരു വ്യക്തിയെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വ്യക്തിക്ക് അഭിനയിക്കാൻ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം, എന്നിട്ടൊക്കെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ജയറാമേട്ടൻ ആ വ്യക്തിയോടുള്ള ഒരു സ്നേഹം അത് കംപ്ലീറ്റ്ലി സിനിമയിൽ അങ്ങനെ ഇല്ല. കാരണം കോടികളാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിടികിട്ടിയോ? ഇവിടെ ഒരാളെ മാത്രമായിട്ട് കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല ഈ ഒരു വിഷയത്തിൽ. രണ്ടു പേരെയും നമുക്ക് ചില പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആണിത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബാക്കി കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ബാക്കി കേക്ക്. അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാണ് ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബേ, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിൻ്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലേ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല എന്താണ്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിലേ പോയാൽ ഇപ്പോഴും നമ്മുടെ 7 Hours വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബാക്കി കേൾപ്പിക്കാമേ. ജയറാമേട്ടാ, ആ സിനിമ ഹാപ്പി സർദാർ എന്ന് പറയുന്നത് ഞാൻ കണ്ട സിനിമയാണ്. നല്ല ഒന്നാന്തരം വാട്ടപ്പടമാണ്. ഓക്കെ, താങ്കളുടെ മകൻ അഭിനയിച്ച ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. എന്താണെങ്കിലും ഒരു ഗുണമില്ലാത്ത സിനിമയാണ്. അപ്പം ആ സിനിമ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ മകന് വേണ്ടി അത്രയും പൈസ ഇറക്കി ഒരു വ്യക്തി ചെയ്യുന്നു, നിങ്ങൾ കൂടെ കാണും എന്നുള്ളൊരു വാക്കും കൂടെയും പുള്ളി വിശ്വസിച്ച്, അത് പുള്ളിയുടെ തെറ്റ്. അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒരുത്തനെ നമ്പാൻ കൊള്ളത്തില്ല. പക്ഷേ ആ വ്യക്തി നഷ്ടം വന്നു, സിനിമ പുള്ളിക്ക് നഷ്ടം വന്നു. ഓക്കെ, ജയറാമ തിരിഞ്ഞു നോക്കിയില്ല, പോട്ടെ. പക്ഷെ ആ വ്യക്തി വയ്യാതെയായി. ആ സിനിമയ്ക്ക് ശേഷം പുള്ളി മാനസികമായിട്ടും ഫിനാൻഷ്യലി എല്ലാ രീതിയിലും തകർന്നു. അതിൻ്റെ പേരിൽ പുള്ളി കിടപ്പിലായി. ഒരു തവണ ആ വ്യക്തിയെ, ആ സിനിമയ്ക്ക് ശേഷം ജയറാം എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തവണ ആ വ്യക്തിയെ പോയി കണ്ടോ? ഇല്ല. അത് തെമ്മാടിത്തരം. വാട്ട് എവർ ഹാപ്പൻസ് അതൊക്കെ മാറ്റി വെക്കുക. കണ്ടില്ല നിങ്ങൾ, അത് തെണ്ടിത്തരം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഒന്നുമില്ലെങ്കിൽ ഇയാളുടെ മോന് വേണ്ടി ഒരുപാട് പൈസ ഇറക്കി ഒരു സിനിമ ചെയ്തില്ലേ? അതിൻ്റെ ഒരു ഇച്ചിരി നന്ദി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാമല്ലോ. ജയറാം എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്തിട്ടില്ല ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക്. ബാക്കി നമുക്ക് കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം. ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷേ ഒന്ന് ഫോൺ ചെയ്യുകയല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ്, ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ.
ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ആര്? ജയറാം. അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് 2000 കോവിഡിന് തൊട്ട് മുൻപാണ്, 2018. ഓക്കെ, ബാക്കി കേൾപ്പിക്കാമേ. മകളുടെ കല്യാണം, ഞാനും ജയറാമേട്ടൻ്റെ മകളുടെ കല്യാണം കൂടിയ ഒരു വ്യക്തിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി. ആ സമയത്താണ് ഹസീബിനെ പിന്നെ വിളിക്കുന്നത്. ഓക്കെ, ആ സിനിമ കഴിഞ്ഞതിന് ശേഷം, അത് 2018-ലോ 2019 ആ ഒരു ടൈമിലാണ് ഈ പടം റിലീസാവുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. ഒരു 1.5 കൊല്ലമായിട്ടുണ്ട് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്താണ് വിളിക്കുന്നത്. ഓക്കെ, അതുവരെ വിളിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകനെ വെച്ച് ഒരു പടം, നിങ്ങളുടെ സ്വന്തം മകനെ വെച്ച് ആ വ്യക്തി നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വാക്ക് കേട്ടൊരു സിനിമ ചെയ്തില്ലേ നിങ്ങൾ പറഞ്ഞിട്ട്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ സിനിമ പൊട്ടിപ്പോവുകയും ചെയ്തു. ഓക്കെ, നിങ്ങളെ കൂടെ കാണുമെന്ന് പറഞ്ഞു, നിങ്ങളെ കൂടെ ഉണ്ടായിട്ടില്ല, നിങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ നോക്കിപ്പോയി. വല്ലപ്പോഴും ഒന്ന് വിളിക്കാമല്ലോ. മകളുടെ കല്യാണം, നിങ്ങളുടെ ആവശ്യം, മകളുടെ കല്യാണത്തിന് ഒരുപാട് ആൾക്കാരെ കൂട്ടണം, ആ സമയത്തൊന്ന് വിളിച്ചു അല്ലേ? കഷ്ടം. തിരിഞ്ഞ് നിങ്ങൾ നോക്കിയിട്ടില്ല, നിങ്ങൾ ആലപ്പുഴയ്ക്ക് ചെല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന് ഉഷാ ഹസീന ചേച്ചി പറയുന്നുണ്ട്. ഇത് കൂടാതെ വേറൊരു വോയിസ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ, അതാണ് അടിപൊളി. നമുക്ക് ബാക്കി കേൾക്കാം. ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം. ഇപ്പൊ 2 വർഷമെങ്കിലും ആയിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ലേ? 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ്, അവർ തമ്മിൽ മീറ്റ് ചെയ്യും, ചെന്നൈ പോയാൽ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലൊരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ, അറിയാതെ വരുമ്പോ അന്വേഷിക്കാം. ഹസീബിന്റെ കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അയാൾ പറഞ്ഞതല്ലേ, എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അത് പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട്. ചേച്ചി, സിനിമയിൽ മറ്റൊരാൾ പറയുന്ന വാക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ? അത് ഞാൻ ചോദിക്കും. പാടില്ല. ജയറാമേട്ടൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരുത്തരും കാണത്തില്ല. പ്രത്യേകിച്ച് ഒരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പോയതാ. പിടികിട്ടിയോ? അതുകൊണ്ട് ജയറാമെന്നല്ല ഒരാളുടെയും വാക്ക്. ചില നല്ല നടന്മാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചിലപ്പോൾ അവർക്കൊരു സിനിമ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരഭിനയിച്ച സിനിമയാണെങ്കിൽ അവർ ചിലപ്പോൾ അവർ മേടിച്ച റെമ്യൂണറേഷൻ തിരിച്ചങ്ങ് കൊടുക്കും. അങ്ങനെയുള്ള നടന്മാരും മലയാളത്തിലുണ്ട്. ജയറാമിൻ്റെ മകൻ, ഓക്കെ, ജയറാമിന് സ്വന്തം മകനെ എങ്ങനെയെങ്കിലും 10 സിനിമയിൽ കാണിക്കണം. പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ. എവിടെ? തമിഴിൽ 1-2 സിനിമ ഞാൻ കണ്ടു. ഒരു പാവയി കഥയോ ഏതോ ഒരു സിനിമയിൽ, അത് കൊള്ളാം. അതല്ലാതെ എനിക്കൊരൊറ്റ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. കാളിദാസന്റെ എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പണ്ടത്തെ ഓക്കെ, ഇപ്പോൾ ഒരു സിനിമയില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ സിനിമയിലോട്ടൊന്നും ഇറങ്ങാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയങ്ങ് നടക്കുന്നത്. അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? ഒന്നാമത് ഒരു പ്രൊഡ്യൂസർ ഇത്രയൊക്കെ പൈസ വിശ്വസിച്ച് ഇറക്കുമ്പോഴത്തേക്ക്, വോട്ട് എവർ, ലീവ് എവറിത്തിങ്. ജയറാമേട്ടൻ ആ വ്യക്തി കിടപ്പിലാവുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ സ്വന്തം മകനെ വെച്ച് അയാൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് വരെ എപ്പോൾ ആലപ്പുഴ വഴി പോയാലും കയറുന്നതല്ലായിരുന്നു ആ വീട്ടിൽ. ഇപ്പം എന്താ ചെല്ലാത്തത്? മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, ഒന്നും വേണ്ട. അയാൾ കിടപ്പാണെന്ന് അറിഞ്ഞപ്പോൾ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്തൊന്ന് സഹായിച്ചൂടെ? അത്രയെങ്കിലും ചെയ്തൂടെ? അത് ചോദിക്കാനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാലോ. അറ്റ്ലീസ്റ്റ് ഒരു സുഹൃത്തിൻ്റെ ആ ഒരു ഇതെങ്കിലും എടുത്തുകൊണ്ട്. തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കഷ്ടം. ഇതാണ് സിനിമ. നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ആ സ്ക്രീനിൽ വരുന്ന കുറേ താരങ്ങളുണ്ടല്ലോ, അവരുടെ ചില ആളുകളുടെയൊക്കെ നമ്മൾ ജയറാമേട്ടനെയൊക്കെ അയ്യോ സിനിമയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജ് ഷോയിലോ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ അവാർഡ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പുള്ളി ഭയങ്കര മാന്യൻ. ഈ അടുത്താന്ന് തോന്നുന്നു രാജസേനൻ സാറ് ജയറാമിനെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി, ആ വ്യക്തി വരെ ജയറാമിനെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു പോട്ടെ, ലീവ് ഇറ്റ്. പക്ഷെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ജയറാം എന്ന് പറയുന്ന വ്യക്തിയുടെ ശരിക്കുള്ള തനി സ്വരൂപം എന്താണെന്ന് പിടികിട്ടുന്നുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലേ? ബാക്കി കേൾക്കാം. ഞാൻ എൻ്റെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ്, ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, എൻ്റെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഹസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും,
എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെയാ ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സത്യാവസ്ഥ 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിന്റെ വാക്ക് കേട്ടിട്ടാണ് ഹസീബ് സിനിമ ചെയ്തത്. ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെയൊന്നും ചെയ്യില്ല, വളരെ നല്ല മനുഷ്യൻ എന്നൊക്കെ ജനങ്ങൾ പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓരോ അവാർഡ് ഫംഗ്ഷന് വരുമ്പോൾ അവിടെ കാണിക്കുന്ന അവിടുത്തെ പുള്ളിയുടെ സംസാരം, അവിടുത്തെ ഇടപെടൽ, ഇപ്പം പുറത്താണെങ്കിൽ പോലും ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പുള്ളി ആൾക്കാരോട് ഇടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടാണ് നമ്മളെന്തോ വലിയ മഹത് വ്യക്തിയാണെന്ന് നമ്മളങ്ങ് എഴുതി വെക്കുന്നത്. പക്ഷേ ഉള്ളിരിപ്പ് ഇവരുടെ ആരുടെ, എന്തിന് എൻ്റെ പോലും അറിയാൻ പറ്റുമോ? ഇല്ല, ഒരാളുടെ നമുക്ക് പറ്റില്ല. അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടല്ലോ, ആ ചേച്ചി പറയുന്നത് വന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അവിടെ തന്നെ തീർന്നു, കൂടുതലൊന്നും വേണ്ട. പിന്നെ ജയറാമേട്ടൻ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, അങ്ങ് ദൈവം കൂടെ കാണും, എല്ലാം തിരിച്ചു വരുമെന്ന്. എൻ്റെ പൊന്നിയേട്ടാ, ഈ വലിയ ഉപദേശം കൊടുക്കാതെ എന്തെങ്കിലും കുറച്ച് കാശ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണനോട് പറയുന്നില്ലേ, മോനെ അച്ഛൻ പറഞ്ഞിട്ട് ആ അങ്കിൾ ഇത്രയും പൈസ ഇറക്കിയത് എന്ന് പറയുന്നില്ലേ? നിങ്ങളുടെ നാക്കുകൊണ്ട് തന്നെ പറയുന്നില്ലേ? എന്തെങ്കിലും കുറച്ച്, ആ മനുഷ്യൻ കിടപ്പിലായപ്പോൾ എന്തെങ്കിലും കുറച്ചൊന്ന് കൊടുത്ത് സഹായിക്കാമല്ലോ. ആ പരിസരത്തോട് നിങ്ങൾ പോയോ മിസ്റ്റർ ജയറാം? നല്ല നടനൊക്കെ തന്നെ സമ്മതിക്കുന്നു, പക്ഷെ എന്ന് വെച്ചിട്ട് ഈ കാണിച്ചത് വെറും തെമ്മാടിത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.